Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പേപ്പറിലെ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 8 ആണ്. ഇന്നത്തെ ടോപ്പിക്ക് ചേഞ്ച് ഇൻ PV റേഷ്യോ. If selling price is reduced, PV ratio gets reduced. As a result, BEP becomes higher and margin of safety becomes lower. സെല്ലിംഗ് പ്രൈസ് കുറയുമ്പോൾ PV റേഷ്യോയും കുറയും, അതുപോലെ BEP ഹയർ ആവുമെന്നാണ് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ലോവറും ആവും. സെല്ലിംഗ് പ്രൈസ് കുറയുന്ന സമയത്ത് PV റേഷ്യോയും കുറയുന്നു, BEP ഹയർ ആവുന്നു, മാർജിൻ ഓഫ് സേഫ്റ്റി ബിക്കംസ് ലോവർ. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് PV റേഷ്യോ. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000 and new BEP if selling price is reduced by 20% and increased by 20%. ഇവിടെ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 30,000 സെയിൽസ് ആവുന്ന സമയത്ത് എത്രയാണ് പ്രോഫിറ്റ്. ഇനി സെല്ലിംഗ് പ്രൈസ് 20% കുറയുന്ന സമയത്ത് BEP എങ്ങനെയാണ്, അതുപോലെ സെല്ലിംഗ് പ്രൈസ് 20% കൂടുന്ന സമയത്ത് BEP എങ്ങനെയാണ്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്: ഫിക്സഡ് എക്സ്പെൻസ് ₹6,000, BEP 15,000. ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. BEP കാണുന്നതിനായിട്ട് PV റേഷ്യോ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷനാണ് ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ PV റേഷ്യോ ഇസ് ഈക്വൽ ടു F ബൈ BEP. PV റേഷ്യോ ഇസ് ഈക്വൽ ടു F ബൈ BEP എന്ന് എഴുതാം. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫിക്സഡ് എക്സ്പെൻസിൻ്റെ വാല്യൂ അറിയാം, BEP അറിയാം. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് 6,000 ഡിവൈഡഡ് ബൈ BEP 15,000. ഓക്കെ, അപ്പോൾ അത് എത്രയാണ് വരുന്നത് നോക്കാം. 6,000 ഡിവൈഡഡ് ബൈ 15,000. ഇപ്പോൾ 0.40 ആണ് വരിക. നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 40%. ഇതാണ് PV റേഷ്യോ. അപ്പോൾ PV റേഷ്യോ കാണുന്നതിന് BEPയുടെ ഇക്വേഷൻ എടുത്തു, അതിൽ നിന്ന് നമുക്ക് PV റേഷ്യോ കാണുന്നതിനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തു. എന്നിട്ട് ഫിക്സഡ് എക്സ്പെൻസ് 6,000 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100 40% PV റേഷ്യോ കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി അടുത്തത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000 എന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000. 30,000 സെയിൽസ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് കാണാൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് എഴുതാം. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്, ഇത് രണ്ടും ചേർന്നതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് കാണുന്നതിന് C മൈനസ് F എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ ഫിക്സഡ് എക്സ്പെൻസ് അറിയാം, കോൺട്രിബ്യൂഷനാണ് അറിയാത്തത്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കാണുന്നതിന് സെയിൽസിൻ്റെ PV റേഷ്യോ ചെയ്താൽ മതി. സെയിൽസ് ഇവിടെ 30,000 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽസിൻ്റെ PV റേഷ്യോ ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. Contribution is equal to sales into PV ratio. Sales 30,000 into PV ratio 40.
പെർസെൻറ്റേജ്. ഇപ്പോൾ 40/100. 30,000-ൻ്റെ 40%. 12,000. 12,000 ആണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 12,000 മൈനസ് ഫിക്സഡ് എക്സ്പെൻസ് 6,000. അപ്പോൾ 6,000 ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. സെയിൽസ് 30,000 ആവുന്ന സമയത്ത് പ്രോഫിറ്റ് 6,000. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ന്യൂ BEP ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. സെല്ലിംഗ് പ്രൈസ് 20% റെഡ്യൂസ്ഡ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് BEP? ന്യൂ BEP ഇഫ് സെല്ലിംഗ് പ്രൈസ് reduced by 20%. ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയില്ല. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് അറിയാത്ത കാരണം നമുക്ക് 20% കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ അസംഷൻ്റെ ബേസിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അസംഷൻ എടുക്കുന്നത് ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ അതിൻ്റെ 20% കുറയ്ക്കുന്ന സമയത്ത് സെല്ലിംഗ് പ്രൈസ് 80 ആയിരിക്കും. അപ്പോൾ അസംഷൻ എടുക്കുകയാണ് ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് 100. അങ്ങനെയാണെങ്കിൽ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ന്യൂ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ഈ 100-ൽ നിന്ന് എത്ര കുറയ്ക്കണം? 20% കുറയ്ക്കണം. അപ്പോൾ 20% കുറയ്ക്കുന്ന സമയത്ത് 80 ആയിരിക്കും ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ₹80 ആണ് ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് 80 ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? എന്തിനാണ് ഈ വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് PV റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വേണം BEPയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ PV റേഷ്യോ കാണണമെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ അറിയണം. കോൺട്രിബ്യൂഷൻ ലഭിക്കണമെങ്കിൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ 80 ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. ഈ കോൺട്രിബ്യൂഷൻ കിട്ടിയാലാണ് നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂ BEP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് നോക്കാം. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ഇവിടെ ന്യൂ സെല്ലിംഗ് പ്രൈസ് 80 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ PV റേഷ്യോ എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ 60 ആയിരിക്കും, ₹60. അതായത് PV റേഷ്യോ എന്ന് പറയുന്നത് 40% ആണ്. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് ഈ 40%. അപ്പോൾ സെയിൽസിൻ്റെ 40% ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നതാണ്? F+P ആണ്. അപ്പോൾ F+P പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇനി ബാക്കിയുള്ള ബാലൻസ് ചെയ്യുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 40 ഇവിടെ ഇതിന് പോയി കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷന് എടുത്താൽ ബാക്കി നമുക്ക് അവിടെ എത്രയാണ് റിമെയിൻ ചെയ്യുന്നത്? വേരിയബിൾ കോസ്റ്റിലേക്ക് 60. അങ്ങനെയാണ് ഈ 60 കിട്ടിയത് കേട്ടോ. ഒരിക്കൽ കൂടെ പറയാം, PV റേഷ്യോ ഇവിടെ 40% ആണ്. അതായത് സെയിൽസിൻ്റെ 40% ആണ് കോൺട്രിബ്യൂഷൻ. ഇനി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ് ചേർന്നതാണ്. അപ്പോൾ ഈ F+P 40 ആണെങ്കിൽ ബാലൻസ് ഉള്ള 60 വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇവിടെ 60 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് നമുക്ക് എന്താണ്? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം.
കോൺട്രിബ്യൂഷൻ ഇവിടെ എല്ലാം പെർ യൂണിറ്റിലാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ന്യൂ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ന്യൂ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഇവിടെ 80 മൈനസ് വേരിയബിൾ കോസ്റ്റ് 60. അപ്പോൾ 20 ആയിരിക്കും ന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20. ഇനി നമുക്ക് പുതിയ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പുതിയ കോൺട്രിബ്യൂഷൻ എത്രയാണ് 20 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ് 80 ഇൻറ്റു 100. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 25% ആണ് ന്യൂ പി വി റേഷ്യോ. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പി വി റേഷ്യോയും റെഡ്യൂസ് ചെയ്യും. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്താ ചെയ്തിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. സെല്ലിംഗ് പ്രൈസ് 20% റെഡ്യൂസ് ചെയ്തപ്പോൾ ന്യൂ പി വി റേഷ്യോ എത്രയായി? 25%. നേരത്തെ ഉണ്ടായിരുന്ന പി വി റേഷ്യോ എത്രയായിരുന്നു? 40% ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചേഞ്ച് ഇൻ പി വി റേഷ്യോ. എങ്ങനെയാണ് അതിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ മാറ്റം എങ്ങനെയാണ് പി വി റേഷ്യോയിൽ അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ പി വി റേഷ്യോ ഇവിടെ കമ്മിയാവുമെന്ന് പറഞ്ഞു, പക്ഷേ എന്ത് കൂടും? ബി ഇ പി കൂടും. അപ്പോൾ നമുക്ക് ന്യൂ ബി ഇ പി നോക്കാം എങ്ങനെയാണെന്ന്. ന്യൂ ബി ഇ പി ഇസ് ഈക്വൽ ടു ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇവിടെ ഫിക്സഡ് എക്സ്പെൻസ് എത്ര തന്നെയാണ്? 6000 ഡിവൈഡഡ് ബൈ ന്യൂ പി വി റേഷ്യോ എത്രയാണ്? 25%. അപ്പോൾ 25/100 എന്ന് എഴുതാം. അപ്പോൾ അതിനെ നേരെ തിരിച്ചിട്ട് ഗുണിക്കുക. 6000 ഇൻറ്റു 100/25. $24,000 ആണ് ന്യൂ ബി ഇ പി. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ബി ഇ പി എത്രയായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന ബി ഇ പി ഇവിടെ നേരത്തെ നമ്മൾ പഴയ ബി ഇ പി എന്ന് പറയുന്നത് 15,000 ആണ് പഴയ ബി ഇ പി. ഇപ്പോൾ ബി ഇ പി എന്തായി മാറി? 24,000 ആയി. അപ്പോൾ പി വി റേഷ്യോ കുറഞ്ഞു, ബി ഇ പി ഹയറായി. നേരത്തെ 15,000 ആയിരുന്നു, ഇവിടെ 24,000 ആയി പുതിയ ബി ഇ പി. ഓക്കെ, ഇനി നാലാമത്തത് ചോദിച്ചിരിക്കുന്ന നാലാമത്തെ ക്വസ്റ്റ്യനിൽ ന്യൂ ബി ഇ പി ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. സെല്ലിംഗ് പ്രൈസ് 20% കൂട്ടിയാൽ എങ്ങനെയാണ് ബി ഇ പി? BEP if selling price increased by 20%. ഓക്കെ, നമുക്കപ്പോൾ ഇതും ഇങ്ങനെ അസംഷൻ്റെ ബേസിലേക്ക് എടുക്കാം. ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് 100 ദെൻ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 + 20%, അതായത് 120 ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ്? 60 തന്നെയാണ് ന്യൂ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. 120 - 60, അതായത് 60 ആണ് ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്.
ഇനി ന്യൂ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു C/S ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ന്യൂ കോൺട്രിബ്യൂഷൻ പറയണത് 60 ഡിവൈഡഡ് ബൈ സെയിൽസ് 120 ഇൻറ്റു 100. Uh, 60 divided by 120 into 100 എത്രയാണ് 50. അപ്പോൾ 50% ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് പി വി റേഷ്യോയും ഇൻക്രീസ് ആയി. ഇനി നമുക്ക് ന്യൂ ബി ഇ പി കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ ബി ഇ പി ഇസ് ഈക്വൽ ടു New BEP is equal to fixed expense divided by PV ratio. Fixed expense 6000 divided by PV ratio 50/100. 6000 into 100 divided by 50. അപ്പോൾ 12,000 ആണ് ബി ഇ പി. അപ്പോൾ ന്യൂ ബി ഇ പി സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ആയാൽ ബി ഇ പി ഇവിടെ കമ്മിയാവും. നേരത്തെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ബി ഇ പി എത്രയാണ്? 15,000 ആണ് അല്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ആയാൽ ബി ഇ പി കുറയും, സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ആയാൽ പി വി റേഷ്യോ കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്.